സൂര്യയുടെ മുൻപിൽ ഇത്രയും നമുക്ക് സംസാരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വെറുതെ പിടിപ്പില്ലാത്ത ആൾക്കാരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട്. സൂര്യ സത്യം അറിഞ്ഞ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? ഒന്നും അറിയാൻ പോകുന്നില്ല. നമ്മൾ ഇങ്ങനെ പ്രതിരോധിച്ച് നിന്നാ മതി. അപ്പൊ ആ സാമിക്കുട്ടിയോ? ഞാൻ വിളിക്കാം. നീ പേടിക്കണ്ട, ഞാനൊന്ന് വിളിക്കട്ടെ. ആരും അറിയാതിരുന്നാ മതിയായിരുന്നു. സഞ്ജന, ഞാൻ നിന്നോടാ ചോദിച്ചത്. ഋഷിയും കബിനിയും തമ്മില് എന്താ ബന്ധം? ഒന്നും അറിയില്ല എന്ന് നീ പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല. ഋഷിയുടെ കാര്യങ്ങൾ ഈ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അറിയുന്നത് നിനക്കാണ്. അവര് നല്ല ഫ്രണ്ട്സാ. പിന്നെ പാവങ്ങളായതുകൊണ്ട് ഋഷിക്കൊരു സെന്റിമെന്റ്സും ഉണ്ട്. അല്ലാതൊന്നുമില്ല. ഈ പറഞ്ഞ ക്വാളിറ്റി ഉള്ളവര് ഈ നാട്ടില് വേറെയുണ്ട്, ആ കോളേജിലും ഉണ്ട്. അവരോടാരോടും ഈ സെന്റിമെന്റ്സ് ഇല്ലല്ലോ. നിനക്കറിയോ എന്തെങ്കിലും? ഇല്ല മമ്മി. കോളേജിലെ പ്രോഗ്രാമിന് അവളെയും കൂട്ടുകാരിയെയും സഹായിച്ചത് നീയാണല്ലോ. അതെന്താ, ജസ്റ്റ് എ ഹെൽപ്പ്, അത്രേ ഉള്ളൂ. അല്ലാതെന്താ? ജസ്റ്റ് എ ഹെൽപ്പ്. എല്ലാവരുടെ സഹായത്തിനും ഒരേ ഒരു കാരണം മാത്രം. പക്ഷേ നമ്മുടെ കുടുംബത്തിനു മേലെ വീഴാവുന്ന ഒരു കളങ്കമാണ് ആ പെൺകുട്ടി. അറിഞ്ഞായാലും അറിയാതെയാണെങ്കിലും അവൾക്കൊരു സഹായം ചെയ്യുമ്പോൾ ദ്രോഹിക്കുന്നത് സ്വന്തം കുടുംബത്തെയാണ്. അതാരും മറക്കണ്ട. ഋഷി, വരുൺ, നീ ചോദിക്കവനോട്. ഋഷി, ആർ യു ഹാപ്പി? നമ്മുടെ കുടുംബത്തിന് ഇത്രയും നഷ്ടമുണ്ടാക്കി തന്നതിന് നീ സന്തോഷിക്കുന്നുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. അതെല്ലാം ചെയ്തു കഴിഞ്ഞ് മമ്മിയെ അപമാനിക്കുക കൂടി ചെയ്തു നീ. ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അപമാനിക്കലാണോ? നീ ന്യായീകരിക്കുകയാണോ? ഏട്ടാ, നടന്ന എന്താണെന്ന് ഏട്ടനറിയാം. ആക്സിഡന്റ് പെട്ട് ഒരാൾ കൺമുന്നിൽ കിടക്കുമ്പോൾ ഞാൻ ബിസിനസിന്റെ ലാഭത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. എനിക്ക് അങ്ങനെ അവനെ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കരുത്. ഏട്ടാ, അത് മതി. ഇവിടെ മറ്റാർക്കും ഇല്ലാത്ത മനുഷ്യത്വവും മഹത്വവും നിനക്കുണ്ട് എന്നൊരു തോന്നലുണ്ട്. അതൊരു ഗുണവും ഇല്ലാതെ തെരുവിൽ നടക്കുന്നവനുണ്ടാകുന്ന തോന്നലാണ്. ഇന്നീ സംഭവിച്ചത് കൂടി ഞങ്ങൾ മറക്കാം. ഇനി ഒരിക്കൽ അവളുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കേൾക്കുകയോ കാണേണ്ടി വരികയോ ചെയ്താൽ അതെന്നേക്കുമായി അവസാനിപ്പിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഞാനത് ചെയ്തിരിക്കും. ഋഷി, ഇത്രയും കാലം നമ്മുടെ കുടുംബത്തില് നമ്മുടേതായ ഒരു രീതിയും സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. നിന്റെ ഒരാളുടെ സന്തോഷത്തിന് അത് മൊത്തം ഇല്ലാതാക്കരുത്. കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് അമ്മ പറയുമ്പോൾ വെറുതെ നീ വിപ്ലവകാരി ആവണ്ട.
ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. എന്താടാ ഇതൊക്കെ? അറിഞ്ഞൂടെ നിനക്ക് അതെത്ര പ്രധാനപ്പെട്ടതായിരുന്നു എന്ന്? എന്നിട്ടിപ്പോ എല്ലാം കൂടി നശിപ്പിച്ചില്ലേ? ഏട്ടാ, എടി, ആ സ്ത്രീയുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നു. കബനി കൂടെ ഉണ്ടായിരുന്നതാ എല്ലാവരുടെയും പ്രശ്നം. ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങളാ വലുതേട്ടാ. എന്തായാലും ഇനിയൊന്ന് സൂക്ഷിച്ചോ. കൊട്ടാരമുറ്റത്തൊന്നും ഇന്ദ്രപുരിയെന്നും ഒരുപോലെ ശത്രുക്കളാ കബനിക്ക്. ഫ്രണ്ട്സ്, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇത്രയും ദിവസമായി. ഇന്ന് വരെ രംഭയല്ലാതെ മറ്റാരും നോമിനേഷൻ കൊടുത്തിട്ടില്ല. സോ രംഭ തന്നെയാണ് ചെയർമാൻ എന്ന് വ്യക്തമാണ്. രാഹുൽ, സത്യം പറഞ്ഞ രംഭയ്ക്കെതിരെ മത്സരിക്കാൻ ആർക്കും ധൈര്യമില്ല. ആര് വോട്ട് ചെയ്യാനാ? കബനി, നമുക്ക് എഴുന്നേറ്റ് പോയാലോ? ഇവിടെ മറ്റേ തള്ളു കേൾക്കണ്ടല്ലോ. ഇരിക്കെ, അല്ലെങ്കിൽ അവള് ചെയർമാൻ ആവുന്നതിൽ നമുക്ക് എതിർപ്പുണ്ടെന്ന് തോന്നും. സോ ഡിയർ ഫ്രണ്ട്സ്, നൗ ഐ വെൽക്കം രംഭ, നമ്മുടെ വരുംകാല ചെയർമാന്. നമ്മളോട് എന്താ പറയാനുള്ളതെന്ന് അറിയാലോ. രംഭ, കം പ്ലീസ്. രംഭ, കമോൺ. അടുത്ത തള്ളുവണ്ടി വരുന്നുണ്ട്. ആദ്യം നമ്മുടെ ക്ലാസ്, പിന്നെ കോളേജ് മുഴുവൻ താൻ അഡ്രസ് ചെയ്യേണ്ടതല്ലേ. സോ പ്ലീസ്. ഹായ്, ഇലക്ഷനെ കുറിച്ച് പ്രിൻസിപ്പാൾ പറഞ്ഞല്ലോ. ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം, പക്ഷേ ആരും മത്സരിക്കുന്നില്ല. സത്യം പറഞ്ഞ അതുകൊണ്ടൊരു ത്രില്ലില്ല. ആര് മത്സരിക്കാനാ രംഭ? രംഭയ്ക്ക് മാത്രമേ അതിനുള്ള യോഗ്യതയുള്ളൂ. കേൾക്കട്ടെ പുതിയ ചെയർമാന്റെ സ്പീച്ച്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കബനി. ചെയർമാൻ എന്തൊക്കെ അധികാരങ്ങളുണ്ടെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റുഡൻസിന് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ അത് റെപ്രസെന്റ് ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രിൻസിപ്പാലിനോടും മാനേജ്മെന്റിനോടും സന്ധിയില്ലാ സമരം നടത്താൻ ഞാൻ തയ്യാറാ. വാവ് രംഭ, കോളേജ് ഇലക്ഷൻ അല്ല, നിനക്ക് മെയിൻ ഇലക്ഷനിൽ തന്നെ വേണമെങ്കിൽ മത്സരിക്കാം. യെസ് യെസ്, എന്താ പവർഫുൾ വോയിസ്. ഈ പ്രസംഗങ്ങളൊക്കെ തെരുവിൽ നടത്തിയാലുണ്ടല്ലോ ആളുകൾ പിടിച്ച് ചങ്ങലക്കിടും. രാഹുൽ, ചില ആളുകൾക്ക് എന്റെ ഈ പുതിയ പൊസിഷൻ അത്ര പിടിച്ചിട്ടില്ല. എന്ത് ചെയ്യാം? കുറുക്കൻ ഓരിയിടുന്നു എന്ന് കരുതി ചന്ദ്രൻ ഉദിക്കാതിരിക്കാൻ പറ്റുമോ? ഞെട്ടണ്ട, മലയാളം സാറ് പറഞ്ഞതാ. ഇവിടെ ഈ സിറ്റുവേഷന് ഇത് ഓക്കെ അല്ലേ? ഹലോ, രാഹുൽ, വന്നേ. എന്താ രാഹുൽ? രംഭയ്ക്കെതിരെ വേറൊരു നോമിനേഷൻ വന്നു. വാട്ട്? അതെ രംഭ, അതും ഈ ക്ലാസ്സിൽ നിന്ന്. ആരാത്? ഞാനാ. മണികണ്ഠനോ? തെരഞ്ഞെടുപ്പല്ലേ, ആർക്ക് മത്സരിക്കാലോ. ഇവനിതെപ്പ കൊടുത്തു? എനിക്കറിയില്ല. നീയാണോ എനിക്കെതിരെ മത്സരിക്കുന്നത്? നേരിട്ട് ഏറ്റുമുട്ടാൻ ധൈര്യമില്ലാത്ത ആരോ നിന്നെ നിർത്തിയതാന്ന് എനിക്കറിയാം. കബനി ഉദ്ദേശിച്ചാണെങ്കിൽ പറയണ്ട. ഞാൻ നോമിനേഷൻ കൊടുത്തത് കബനി പോലും അറിഞ്ഞിട്ടില്ല. അപ്പോ പൊന്നുമോന്റെ തന്നിഷ്ടം.
എന്നിട്ട് ഈ കോളേജിൽ പഠിക്കാൻ നീ കരുതുന്നുണ്ടോ? ചാകാനാണോടാ നിനക്ക്? രംഭയല്ലേ പറഞ്ഞത് എതിരാളി ഇല്ലാത്തോണ്ട് ഒരു ത്രില്ലില്ലാന്ന്. പിന്നെന്താ? ഓ, അപ്പൊ എനിക്ക് എതിരാളിയാകാനുള്ള യോഗ്യതയുണ്ടെന്ന് നീ സ്വയം അങ്ങ് തീരുമാനിച്ചു അല്ലേ? ചെയർമാൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ നിനക്ക്? ആ പൊസിഷന്റെ വില അറിയോ നിനക്ക്? ഡാ, ഇതിനകത്തിട്ട് ചൂട് നിന്നെ. അവന്റെ ഒരു നോമിനേഷൻ കൊടുക്കുമല്ലേ? രാഹുൽ എന്താടാ? നിർത്ത, ബഹളം വെക്കണ്ട. കൈ കെട്ടണം. മണിയണ്ട, ഇങ്ങ് വന്നേ. രാഹുൽ വിട. അവനോട് മത്സരിക്കേണ്ടി വന്നാ പിന്നെ അതിലും നല്ലത് ഞാൻ ഈ നാട് വിട്ട് പോകുന്നതാ. മണികണ്ഠ, നമുക്കിതിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ എന്തിനാ തിരഞ്ഞെടുപ്പിനൊക്കെ നിൽക്കുന്നത്? അത് കബനി. നോക്ക്, ബികോമിൽ നിന്ന് നോമിനേഷൻ കൊടുത്ത ഒരാളെ അവരെന്താ ചെയ്തതെന്ന് നേരിട്ട് കണ്ടതാ ഞാൻ. വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നേ? മണികണ്ഠൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ അവള് എതിരാളി ഇല്ലാതെ ജയിക്കണ്ട. എടി, അവർക്ക് നല്ല പിൻബലം ഉണ്ട്, നമുക്കതില്ല. അതെനിക്കറിയാം കബനി. ഞാൻ നിന്ന് ആരും വോട്ട് ചെയ്യാനും പോകുന്നില്ല. എന്നാലും അവളുടെ അഹങ്കാരത്തിനൊരു അതിര് വേണ്ടേ? നമ്മളൊക്കെ കാലത്തൊഴുത്തിന്ന് വന്നതുപോലെ അവൾ പെരുമാറുന്നത്. അവൾ ജയിച്ചോട്ടെ, ചെയർമാനും ആയിക്കോട്ടെ. ആരും മത്സരിക്കണ്ടെന്ന് എന്തിനാ വാശി പിടിക്കുന്നേ? നീ നിന്നോ മണികണ്ഠ. ജയിക്കില്ല എന്നൊക്കെ വെറുതെ തോന്നുന്നതാ. അവളുടെ കൂട്ടുകാർക്കല്ലാതെ ഈ ക്യാമ്പസിൽ വേറെ ആർക്കാ അവളോട് ഇഷ്ടമുള്ളത്? നമ്മൾ പ്രവർത്തിച്ചാ നമുക്ക് വോട്ട് എന്തായാലും കിട്ടും. ഓ, അപ്പൊ നീ പ്രവർത്തിക്കാനും തീരുമാനിച്ചോ? ഞാൻ പ്രവർത്തിക്കും. മണികണ്ഠന് വേണ്ടി ഞാൻ അവളോടും പോയി വോട്ട് ചോദിക്കും. അല്ല പത്മിനി, കബനി ഇങ്ങനെ പറയുമ്പോ. ദേ, ഇവള് പറഞ്ഞത് കേട്ട് നീ നോമിനേഷൻ എങ്ങനെ പിൻവലിച്ചിട്ടുണ്ടല്ലോ, കൊല്ലും ഞാൻ. അല്ല, അത് കബനി ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചൊന്നുമല്ല. അവൾക്കെതിരെ ഒരാളെങ്കിലും പ്രതികരിക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാ. അവസാനം എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. ഋഷി സാറ് വരുന്നുണ്ട്, നമുക്ക് സാറിനോട് ചോദിക്കാം. വാ. ആ, ഇതെന്തു പറ്റി? ക്ലാസ് കയറിയില്ലേ? അത് സാർ, ഒരു പ്രശ്നമുണ്ട്. എന്താ? എലക്ഷൻ അല്ലേ, രംഭയ്ക്കെതിരായി മണികണ്ഠൻ നോമിനേഷൻ കൊടുത്തു. ഗുഡ്. ഞാനത് വേണ്ടെന്ന് പറയായിരുന്നു. അതിന്റെ ആവശ്യമുണ്ടോ സാർ? ആർക്ക് വേണമെങ്കിലും മത്സരിച്ചൂടെ? ഞാൻ മണികണ്ഠന്റെ കൂടെ തന്നെയാ. എന്താ മണികണ്ഠ ഇപ്പോ ഇങ്ങനൊരു തീരുമാനത്തിന് പിന്നിൽ? നമ്മുടെ നാട്ടിൽ ആകെ ഇലക്ഷൻ സമയത്തല്ലേ സാർ എല്ലാവരും തുല്യരാകുന്നത്? ഈ കോളേജ് രംഭയുടേതാണ്. ഇവിടെ അവൾ തീരുമാനിക്കുന്നത് നടക്കും. ഇതിപ്പോ എനിക്കും അവൾക്കൊക്കെ തുല്യ അവകാശം കിട്ടുന്ന കാര്യമല്ലേ സാർ? അതുകൊണ്ടാണ് നിന്നത്. ജയിക്കണ്ട. ജയിക്കണം. ഒന്നും ആലോചിക്കാതല്ല നിന്നെന്ന് മണികണ്ഠന്റെ വാക്കുകളിലുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ പേരാണ് ജനാധിപത്യം. കബനി, മണികണ്ഠൻ മത്സരിക്കട്ടെ. തമാശയല്ല, സീരിയസ് ആയിട്ട്. അത് കലക്കി സാർ. ഈശ്വര, മണികണ്ഠൻ അവളെ എങ്ങനെ തോപ്പിച്ച അവളീ കെട്ടിടത്തിന്റെ മുകളിൽ ചാടി ചാവും. സാർ, അവരുപദ്രവിക്കും. മണികണ്ഠൻ പാവോ? സോ വാട്ട്? ഇലക്ഷൻ നിശബ്ദമായിരിക്കണമെന്ന് പ്രിൻസിപ്പലിന്റെ നിർദ്ദേശമുണ്ട്. ആരെങ്കിലും കരുതിക്കൂട്ടി പ്രശ്നം ഉണ്ടാക്കിയ നമുക്കത് റിപ്പോർട്ട് ചെയ്യാം. നിക്കണം എന്ന് തന്നെയാണോ സാറ്? നിന്നതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഒരു മാറ്റം വരട്ടെ, അത് വേണ്ടേ? വേണം സാർ. ആരില്ലെങ്കിലും മണികണ്ഠന് വേണ്ടി ഞാൻ എന്തായാലും പ്രവർത്തിക്കും. പോരാ, കബനി ഇറങ്ങണം, പ്രവർത്തിക്കണം. ഒരു നല്ല ടീം വർക്കായി ഒന്ന് പിടിച്ചു നോക്ക്. അല്ലേ മണികണ്ഠ? അതെ സാർ. അപ്പൊ ഓക്കെ, മണികണ്ഠനാണ് ഇനി നമ്മുടെ സ്ഥാനാർത്ഥി. ഏയ്, പ്രചരണം നിശബ്ദമാണ്. താൻ പേടിക്കണ്ടോ? ഏത് മാറ്റം വരുമ്പോഴും അല്പം ബഹളമൊക്കെ ഉണ്ടാവും. മണികണ്ഠ, ബെസ്റ്റ് വിഷസ്. ഓ, താങ്ക് യു സാർ. ഓക്കെ. അപ്പൊ കബനി മണികണ്ഠൻ ഫിക്സ്ഡ്. ഈശ്വര, ഇതിലും കൂടി അവളുടെ മാനം ഒന്ന് കളഞ്ഞു തരണേ. നീ വാ.
വാ മണിയണ്ട. ആരുമില്ലേ? എന്താ? എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആരോ ഇവിടെ വന്ന് എന്തോ അക്രമം കാണിച്ചു എന്നറിഞ്ഞു. പിടിക്കപ്പെട്ട ആള് എന്റെ കാര്യമോ പറഞ്ഞതെന്ന് കേട്ടു. പക്ഷേ ഞാൻ അങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നതും ഭൂമി ചോദിച്ചതുമൊക്കെ നേരായ മാർഗത്തിലൂടെയാ. നിങ്ങൾ എന്നോട് പെരുമാറിയിരുന്നതും മാന്യമായിട്ടാ. പിന്നെന്തിന് ഞാൻ അങ്ങനെ ചെയ്യണം? ഇവിടെ നിന്ന് ഗണേശൻ എന്റെ വീട്ടിൽ വന്ന് ബഹളം വെച്ചപ്പോഴാ ഞാൻ കാര്യം അറിയുന്നത്. ഗണേശൻ അവിടെ വന്നിരുന്നോ? വന്നിരുന്നു. വന്ന് ചോദിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. എനിക്ക് വിശ്വാസ. അങ്ങനൊരു കാര്യം നിങ്ങൾ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്ക്സ്. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ സംസാരിക്കാൻ പോലും തയ്യാറാവില്ലെന്നാണ് ഞാൻ കരുതിയത്. കാര്യം എന്താണെന്ന് ഞാൻ തന്നെ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാം. അതിനുള്ള നടപടിയും സ്വീകരിക്കാം. ഞാനൊരു ബിസിനസ്സുകാരനാണ്. പക്ഷേ ഒരാളെ ചതിക്കണമെന്നോ മറ്റൊരാളുടെ സമ്പത്ത് തട്ടിപ്പറിക്കണമെന്നോ ഇതുവരെ കരുതിയിട്ടില്ല. വിവരം അറിഞ്ഞപ്പോൾ ഏറ്റവും വിഷമിച്ചത് എൻ്റെ അമ്മയാ. കാരണം ഒരു സ്ത്രീയെ ദ്രോഹിക്കുക എന്നത് അമ്മയ്ക്കൊരിക്കലും പൊറുക്കാനാവാത്തൊരു കാര്യമാണ്. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു തിരച്ചിലിനെ കുറിച്ച്. അന്നും സംഭവിച്ചത് ആരോ ചിലരുടെ ഇടപെടല. അതിന്നും ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായ ഞാനും എൻ്റെ കുടുംബവും കൊണ്ടുകിടക്കുന്നത്. അറിയാം, അന്ന് പറഞ്ഞല്ലോ. ഗണേശനോട് ഞാൻ സംസാരിച്ചോളാം. പൊയ്ക്കോളൂ. എല്ലാവർക്കും നല്ല ദേഷ്യമുണ്ട് നിങ്ങളോട്. പിള്ളേര് കണ്ട ബഹളം വയ്ക്കും. എന്റെ മുന്നിൽ വെച്ച് നിങ്ങളെ ആരും ചീത്ത പറയുന്നത് എനിക്ക് സഹിക്കില്ല. പൊയ്ക്കോളൂ. സത്യത്തിൽ നിങ്ങൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരിക്കുക. ആട്ടി അകറ്റുമെന്ന് കരുതിയെടുത്ത് ഇങ്ങനൊരു സ്വീകരണം. എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ വിശ്വാസ. ഒരിക്കൽ അതെനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ചില തിരിച്ചറിവുകൾക്ക് കാലങ്ങളെടുക്കുമല്ലോ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതാ. എന്തൊക്കെയോ വേദനകള് നിങ്ങളും അനുഭവിച്ചു തീർക്കുന്നുണ്ട്. ഒരു ഉറപ്പ് തരാൻ എനിക്ക് പറ്റൂ. നിങ്ങൾ ഭൂമി വിട്ടു തന്നാലും ഇല്ലെങ്കിലും ഒരിക്കലും മറ്റൊരാൾ ഈ കാര്യത്തിന് നിങ്ങളെ തേടി വരില്ല. സ്വാമിക്കുട്ടി അടക്കം. വന്നയാളുടെ ലക്ഷ്യവും അയാളെ ആരയച്ചു എന്നുള്ളതും ഞാൻ കണ്ടുപിടിക്കും. നിങ്ങളെ അറിയിച്ചിരിക്കും ഞാൻ. വരട്ടെ.
ഒരിക്കലും തെറ്റിയില്ല. എന്നും ഉണ്ട് ആ ഉറപ്പ്. സാറേ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചിരുന്നു. മൊഴി സത്യമാണ്. ഒറ്റ ദിവസം കൊണ്ട് ഒരു നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ എന്റെ ചിത്രം വികൃതമായി. ഞാൻ ഗുണ്ടകളെ ഇറക്കുന്നവനും കൊള്ളക്കാരനും ഒക്കെയായി. ഒരു നാട്ടിൽ ചെന്ന എല്ലാവരും തന്നെ പേടിക്കണമെന്ന് വാശി പിടിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിലൊരാളാവാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഭീഷണിയുടെ സ്വരം ഒരിക്കൽ താൻ പറഞ്ഞപ്പോ വിലക്കിയതാണ് ഞാൻ. പിന്നെ എന്തിനായിരുന്നു ഇത്? അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. അവരെന്നോട് പെരുമാറിയതിനേക്കാൾ മാന്യമായി മറ്റൊരാൾക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടാണ് താൻ അവരെ... സാറേ, എന്നെ പറയല്ലേ സാറേ. മനസ്സാ വാചാ കർമ്മണ ഞാൻ അറിഞ്ഞിട്ടില്ല. അവൻ പെരുങ്കള്ളനാ. പോലീസുകാരി ഇടിച്ച് പരിപ്പിളക്കിയപ്പോ അവൻ എന്തോ വിളിച്ചു പറഞ്ഞതാ. സത്യമാ സാറേ. സ്വാമിക്കുട്ടി, ഓ, ചിരിച്ച് പെരുമാറുന്ന എന്നെ മാത്രമേ സ്വാമിക്കുട്ടി കണ്ടിട്ടുള്ളൂ. എന്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടായാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് തനിക്ക് അറിയില്ല. പറയടാ, എന്തായിരുന്നു തന്റെ ഉദ്ദേശം? എന്നെ ഈ നാട്ടുകാർക്കിടയിൽ ശത്രുവാക്കാൻ ആരിൽ നിന്നെങ്കിലും അച്ചാരം വാങ്ങിച്ചോ താൻ? ആ